ഹലോ അസ്സലാമു അലൈക്കും മുത്തുമണികളെ, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തൊക്കെ വർത്താനം, സുഖല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളെ പാത്തുണ്ട്, അതേപോലെ നമ്മളെ മുത്തവ ഉണ്ട്. ഇതാട്ടോ എൻ്റെ പെങ്ങളെ ചെറിയ ചെക്കനാണ്, ഓലൊക്കെ വന്നിക്കണപ്പം. അപ്പോൾ അങ്ങനെ ഇന്ന് വിരുന്നേരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ പരിപാടികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ടാങ്കിൻ്റെ മേലേക്ക് എന്തോ കൊമ്പ് ചാന് വെട്ടാനും അങ്ങനെ അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതും ആ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്ക് പോവാം. സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ഇതാ മത്തനും, ഇതെന്തമ്മ മമ്പയറോ? മമ്പയറും മത്തനും ഉണ്ടോ. ഉമ്മ അതിൻ്റെ പണിയിലാണ്. അപ്പോൾ ഇതെന്താ മുത്തവാ? മത്തൻ്റെ കുരു കേട്ടോ. പണ്ട് നമ്മൾ തിന്നിരുന്നില്ലേ വറുത്തിട്ട്, ഇത് മത്തൻ്റെ കുരു വറുത്തതാണ്. മുത്തവാ എന്തൊക്കെ വർത്താനോ? അല്ലത്താനോ? ചായച്ചോ? ശരി. ഇതെപ്പോഴാ വന്ന്? ഇന്നലെ. അപ്പൊ അത് പെങ്ങളെ ചെറിയ പെങ്ങളെ മൂത്ത പെണ്ണ് അല്ലേ, ഷൻബ. അതിന്റെ പേരെന്താണ് കൊടുത്ത? ഷൻബ. ഇജെന്ത് എത്രയിലാ പഠിച്ചത്? LKG. ഓള് LKG കേട്ടോ. മുത്തവ പിന്നെ ഒന്നിനും പോണില്ല അല്ലെ, വികൃതിയായിട്ട് ഇങ്ങനെ നടക്കുക. പിന്നെ നമ്മളെ പാത്തിന് കേട്ടോ. പാത്തിന് കിട്ടാൻ പോണ് പീടിക്കോ? അത് ശരി, പീടിക്കോ വെച്ച് രാവിലെ പോ നിക്കണ്. പാത്ത് ബലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾക്ക് ചെറിയ പണിയുണ്ട്, ഞങ്ങൾ ആ പണി എടുക്കട്ടെ. ഈ പട്ടാളങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഷാനുവിന്റെ കമ്മിയുണ്ട്, ഓൻ സ്കൂൾ പോയിട്ടുണ്ടാവും. അപ്പൊ ഞങ്ങള് മടാളെടുത്തുന്നു വീണ്ടും. ഇനി ഇതാ ടാങ്ക് ഉണ്ടോ, ആ ടാങ്കിന്റെ മേലേക്ക് ഇതായ കൊമ്പുകളൊക്കെ വെട്ടാണ്ട്, ആ മരത്തിന്റെ കൊമ്പുകൾ. അപ്പൊ ഇനി അത് വെട്ടണ പരിപാടി കേട്ടോ. അപ്പൊ നമ്മളെ വെള്ള ടാങ്കുമ്മക്ക് ഇതാ മേലെന്ന കൊമ്പ് വന്ന് നിൽക്കണുണ്ടല്ലോ, ആ കൊമ്പുകൾ വെട്ടുക കേട്ടോ. അല്ലെങ്കിൽ ഇനിയിപ്പോൾ നല്ല കാറ്റോ മഴ പെയ്ത് കഴിഞ്ഞാൽ അപ്പോഴും ടാങ്കുമ്മ കൂടെ വീണ് കഴിഞ്ഞാൽ നമുക്ക് തന്നെ പണിയിട്ട്. അപ്പം ഞാൻ കയറി വെട്ടാം. അങ്ങനെ നമ്മൾ മരത്തിൻ്റെ മേലേക്ക് ഇങ്ങനെ വിരിഞ്ഞ് കയറിയിട്ടോ. കയറിയിട്ട് മേലെത്തിയിട്ട് ഓരോ കൊമ്പുകളായിട്ട് ഇങ്ങനെ വെട്ടിയിട്ട് താഴത്തിട്ടിട്ടോ. അങ്ങനെ മേലേക്ക് എത്തിയിട്ടാ. ഇനി ഓരോ കൊമ്പുകളായിട്ട് ഇങ്ങനെ വെട്ടിയിട്ട് ഇത് ഫുള്ള് നമുക്ക് മുട്ടടിച്ച മരം എന്നിട്ട് താഴത്തേക്ക് ഇടുക. ഈ മരം പിന്നെ എത്ര വെട്ടിയാലും പിന്നെയും അതേപോലെ തഴിച്ചുണ്ടാവും കേട്ടോ. തല വെട്ടിച്ചിട്ട് മുളക്കാതിരിക്കലൊന്നുമില്ല, പിന്നെ അതിനേക്കാൾ ഡബിളായിട്ട് ഇങ്ങനെ അമക്കുക എന്നല്ലാതെ. അങ്ങനെ നമ്മൾ മരം മുട്ടൽ കഴിഞ്ഞിട്ട് അതിൻ്റെ മേലെ നിന്ന് ഇറങ്ങിട്ടോ. ഇപ്പോൾ നമ്മളെ മരത്തുമ്മന്ന് കൊമ്പൊക്കെ വെട്ടിട്ടോ, ഫുള്ള് കൊമ്പ് വെട്ടി, മേലത്തെ ഫുള്ള് കൊമ്പ് വെട്ടി ഇറങ്ങി. ഇനി ഇതാ ഈ ഒരു മരത്തുമ്മയും കയറണം. ആ ഒരു കൊമ്പ് വൈക്കൊക്കെ ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുന്നുണ്ട്, അതും കൂടി വെട്ടണം. പിന്നെ ടാങ്കുമ്മത്തെ ഒഴിവായി, ഇനി ആ കൊമ്പും കൂടി വെട്ടും നമുക്ക്. ശരി, ഇറങ്ങി. ഈ രണ്ടാമത്തെ ഈ ഒരു വൈക്കൊക്കെ ചാഞ്ഞ കൊമ്പും കൂടി നമുക്ക് വെട്ടണം കേട്ടോ, ഈ ഒരു കൊമ്പ്. അങ്ങനെ ലാസ്റ്റ് ഈ മരത്തുമ്പത്തി ഫുള്ള് നമ്മൾ വെട്ടി ഇറങ്ങിട്ടോ, മടാളടി കിട്ടും. അങ്ങനെ ഈ കൊമ്പും വെട്ടലിന് ഇത് അതേപോലെ ഒന്ന് ആഞ്ഞിടുക, എന്നിട്ട് പറകാക്കുക. അപ്പോൾ നമ്മൾ മരത്തിൻ്റെ മേലെന്ന് ഉള്ളതൊക്കെ വെട്ടിയിട്ടല്ല കേട്ടോ, മരം ഫുള്ള് കാലിയാക്കി ഇതൊന്ന് ഒതുക്കിയിടുക. ഉണങ്ങിയ വറകിന് എടുക്കാമല്ലോ. അങ്ങനെ നമ്മൾ
മരം വെട്ടമൊക്കെ കഴിഞ്ഞിട്ടോ രാവിലെ തന്നെ. പക്ഷെ ചായ കുടിച്ചിരുന്നില്ല, ചായ കുടിച്ചാൽ നിൽക്കുകയാണ് അല്ലേ സുത്തുമ്മ? എന്തൊക്കെയാ വർത്താനം? നല്ല വർത്താനം അല്ലേ? ചായ കുടിച്ചു? ചായ കുടിച്ചു. അപ്പൊ ഞാൻ ചായ കുടിച്ചിട്ടില്ല, ഞാൻ ചായ കുടിച്ചിട്ടില്ല, ചായ മാത്രമേ കുടിച്ചിട്ടുള്ളൂ. കടിയൊന്നും തിന്നിട്ടുണ്ടായിരുന്നില്ല. ഇനി കടിയെ തിന്നിട്ട് ഇതാ ഇവിടെ ഗ്യാസ് കഴിഞ്ഞിരിക്കുന്നു അത്രേ. അപ്പം ഇനി ഗ്യാസും കുറ്റി എടുത്തിട്ട് ഗോഡൗണിൽ പോകണം. എന്നിട്ട് അപ്പോൾ ചായ കുടിച്ചട്ടെ. ചായക്ക് കടി ഇതാട്ടോ, ദോശയും പിന്നെ സാമ്പാറും ചായയും. ചായ കുടിച്ചോ? അതാ ചായ ഇവിടെ വെച്ചിരിക്കുന്നു. പിന്നെ ഇത് കുടിച്ചിട്ട് നമുക്ക് ഗ്യാസും കുറ്റി എടുത്തിട്ട് ഗോഡൗണിൽ പോയിട്ട് ഗ്യാസ് നിറച്ച് പോരാട്ടോ. ഗ്യാസും കുറ്റി കൊണ്ട് നമുക്ക് ഇതൊക്കെ പോട്ടോ. അത് ഗ്യാസും കുറ്റി എടുക്കുക. നമ്മ ഈ കുറ്റി എടുത്തിട്ട് നമുക്ക് പോവാം. ഓക്കെ, പിന്നെ നമ്മള് എന്താ ബുക്കൊക്കെ എടുത്തിട്ടോ. ഇനി ഗോഡൗണിൽ പോയിട്ട് ഗ്യാസ് ഇറക്കട്ടെ. ഇത് കാണാം. ഇതാണ്ടോ ഞങ്ങളെ നാട്ടിലത്തെ പാലം, കാമ്പ്രം പാലം എന്ന് പറയും. കേട്ടില്ലേ? ഈ പാലത്ത് നമുക്ക് ആരെയിലൊക്കെ വന്നിക്കണോ? അങ്ങനെ ഗ്യാസും കുറ്റിയൊക്കെ എടുത്ത് ഞങ്ങൾ രണ്ടാളും ഇതാ ഗോഡൗണിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിതാ ഗോഡൗണിലേക്ക് എത്തിട്ടോ ഗ്യാസ് ഇറക്കാൻ. അങ്ങനെ നമ്മളെ ഗ്യാസ് ഇവിടെ വെച്ചു. ഇനി വേറെ കുറ്റി എടുക്കട്ടെ ഇവിടെ നിന്ന് നിറച്ചത്. നിറച്ച കുറ്റി ഇതാ അതിനൊന്നും എടുത്തിട്ടോ. എന്താ അതാട്ടോ ഗോഡൗണ്. നമ്മൾ നമുക്കുള്ള ഗ്യാസൊക്കെ എടുത്തിട്ടോ. നിറച്ച ഗ്യാസ് എടുത്തു. ഞങ്ങളിങ്ങനെ പെരീക്ക് വരികയാണ്. ഗ്യാസും കുറ്റിയൊക്കെ എടുത്ത് പെരീക്ക് എത്തിയില്ല. സാലോ വീട്ടിലേക്ക് എത്തിട്ടോ. ഇന്ന് ഇവിടെ ഇറക്കിക്കാം സൈഡ് കിട്ടോ. ഓനൊക്കെ നല്ല ഇന്നേക്കാളും ആരോഗ്യം ഉണ്ടോന്ന് സാലോ. അതോളം ഗ്യാസും കുറ്റി വണ്ടിയിൽ കഴിഞ്ഞു. അപ്പൊ തന്നെ ഗ്യാസും കുറ്റി നമുക്ക് ഉള്ളിലേക്ക് വെക്കാം കേട്ടോ. സാല് പൊന്തണില്ലേ? ഞാൻ പിടിച്ചോ? അങ്ങനെ തിരിച്ചു വെച്ചോളാം. ഇനിയിപ്പോൾ കഴുകിയിട്ടൊക്കെ നമ്മൾ ഉള്ളിലേക്ക് വെക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഗ്യാസും കുറ്റി കൊണ്ടുള്ള പരിപാടി കഴിഞ്ഞ് ഇനി അടുത്ത പരിപാടി എന്താ നോക്കാം. അപ്പോൾ ഗെയ്സ് നമ്മൾ ഗ്യാസും കുറ്റിയൊക്കെ കൊടുന്നില്ലേ മുത്തവാ? അപ്പോൾ ഗ്യാസും കുറ്റിയൊക്കെ കൊടുന്നിട്ടോ. ഇനി ഇതാ പള്ളിക്കൊക്കെ പോകാനായിരുന്നു, വെള്ളിയാഴ്ചയല്ലേ. അപ്പോൾ ഇനി പള്ളിക്കൊക്കെ പോകാൻ വേണ്ടി കുളിച്ചൊരുങ്ങട്ടെ. അതിന് കുറച്ച് നമ്മളതായിട്ടുള്ള ഷേവിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ട്. കഴിഞ്ഞിട്ട് കുളിച്ചൊരുങ്ങി പള്ളിക്കൊക്കെ പോകാൻ നോക്കട്ടെ. അപ്പോൾ മക്കളതാ അതിൻ്റെ ഇടയിൽ നമ്മളൊന്ന് ഷേവ് ചെയ്തിട്ടോ. ഷേവ് ചെയ്തപ്പോൾ ചെറുതായിട്ട് പാളി. അപ്പോൾ ലാസ്റ്റ് റിം ചെയ്തിട്ട് തൽക്കാലം സെറ്റപ്പ് ആക്കി നിർത്തി. ഞാൻ ചെയ്യാൻ നോക്കിയതാണ്, ചെറുതായിട്ടൊന്ന് പാളി. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുളിച്ചതിന് മുമ്പേ നമ്മളെ വണ്ടി ഒന്ന് കുളിപ്പിച്ചേട്ടോ. ആകെ ചളിയിരിക്കുന്നു. ഇപ്പോൾ 2 ദിവസം മഴയിട്ട് ഇതുകൂടി കഗ്ഗൽ കഴിഞ്ഞാൽ പിന്നെ കുളിക്കുക, പള്ളിക്ക് പോവുക. അങ്ങനെ കുളിച്ചു ഒരുങ്ങിയിട്ട് അതാ വണ്ടിയൊക്കെ കഴുകി നിർത്തി കുളിച്ച് നമ്മളും മാറ്റി ഒരുങ്ങിയില്ല സാലു. ഇനി ഇതാ പള്ളിക്കൊക്കെ പോവാണ് കേട്ടോ. ഇനി പള്ളിക്കൊക്കെ പോയി നിസ്കാരമൊക്കെ കഴിഞ്ഞ് ചോറ് ഇവിടെ വന്ന് ചോറ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കടന്നുറങ്ങുക. പിന്നെ ഇന്നത്തെ ഒരു ദിവസം ഏറെക്കുറെ അങ്ങനെ കഴിഞ്ഞു. പിന്നെ വൈകുന്നേരത്ത് പണിക്ക് പോകുക, അതൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി ഇൻഷാല്ലാ നാളെ ഓണപ്പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളവിടെ. അപ്പോൾ നാളത്തെ വീഡിയോ ചിലപ്പോൾ ഞാൻ രാത്രിയേ പോസ്റ്റ് ചെയ്യുള്ളൂ. ഇപ്പം തന്നെ കറക്റ്റ് ഒരു ടൈമില്ലാത്ത ഇതായിക്കണു നമുക്ക്, കാരണം വീഡിയോ എടുത്ത് എത്തുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നാളത്തെ വീഡിയോ ഒരു 8 മണിക്ക് ഇൻഷാല്ലാ ഓണപ്പരിപാടിയും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ഉണ്ടാവും കേട്ടോ. നാട്ടിലത്തെ എല്ലാവരും പാടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള അപ്പോൾ ആ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം. ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങളാരെല്ലാം കാണുന്നുണ്ട് വെച്ചെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്താ ചെയ്യേണ്ടി വെച്ചാൽ അതൊക്കെ ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ നാളെ കാണാം. അസ്സലാമു അലൈക്കും.